പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, സഭ നമ്മളെ പുറത്തു വിടണമോ അതോ നമ്മൾ തന്നെ പുറത്ത് പോകുമോ? ശരിക്കും നമ്മൾ തന്നെത്താൻ സഭയിൽ നിന്ന് പുറത്തു പോകുന്നത്, അല്ലാതെ ഒരിക്കലും സഭ നമ്മളെ പുറത്തു വിടുന്നില്ല. സഭ ആ കാര്യം പുറത്തു വിടാൻ താല്പര്യമില്ല. പിന്നെ എന്താ പറ്റുന്നത്? അനുസരണ കേട്ട ധൂർത്തപുത്രനെ നമ്മളതിന് മനസ്സിലാക്കാൻ ബൈബിളിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ധൂർത്തപുത്രനെ പിതാവ് ഒരിക്കലും പുറത്തു വിട്ടില്ല. നമ്മളൊക്കെ പച്ച മനുഷ്യരല്ലേ? കുടുംബജീവിതത്തിൽ ഒരു മകനോ മകളോ വഴിവിട്ട് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെ പൊക്കോളാൻ നമ്മൾ സമ്മതിക്കില്ല. ഒരിക്കലും ഞാനും സമ്മതിക്കില്ല, നിങ്ങളും സമ്മതിക്കില്ല. പിന്നെ അങ്ങനെ പോയാലോ? അവരെ അകത്ത് കൊണ്ടുവരാൻ മാത്രമേ നമ്മൾ ആഗ്രഹിക്കൂ. എന്നിട്ട് ഈ മകൻ പറയുകയാണ്, അപ്പൻ എന്നെ പുറത്ത് വിട്ടതാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ട്? ശരി ഉണ്ടാവില്ലല്ലോ. ഇതൊരിക്കലും അപ്പോൾ ഒരു അപ്പന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ തന്നെ പുറത്തു പോയവനാണ് ധൂർത്തപുത്രൻ. ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അവിടെ അടിപൊളി ആഘോഷമാണ് അപ്പൻ നടക്കുന്നത്. അത് ചിന്തിച്ച് നോക്കിയേ, എന്തോ ഒരു വലിയ ആഘോഷമാണ്. ചേട്ടന് അവനെപ്പറ്റി പറയുന്ന പരാതി എന്താണ്? ഞാൻ ഇത്രയൊക്കെ വില എടുത്തിട്ടും നീ എനിക്കൊരു കുഞ്ഞാടിനെ പോലും തന്നില്ലല്ലോ എന്ന്. അപ്പം അപ്പൻ പറയുന്നുണ്ട്, കൊച്ചേ, ഇതെല്ലാം നിൻ്റേതായിരുന്നു, നീ തിരിച്ചറിഞ്ഞില്ലേ? അങ്ങനെ ജീവിക്കരുത്. എനിക്കായിട്ട് എൻ്റെ അപ്പനുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഞാൻ അവകാശമായി ലഭിച്ചത് എൻ്റേതാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാകഷ്ടമാണ്. മറിച്ച് അങ്ങനെയുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് കയറി വന്നവന് വേണ്ടി ഒരുക്കുന്നത് കൊഴുത്ത ആടുകളെ. നിങ്ങളിത് മനസ്സിലാക്കിക്കൊള്ളണം. ഈ ധൂർത്തപുത്രൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം. അവൻ വരുമ്പോൾ ഇവന് പോയി ഒരു തുണി വാങ്ങിച്ചുകൊണ്ട് വരിക എന്നല്ല അപ്പൻ പറഞ്ഞത്. അപ്പൻ പറഞ്ഞത് നല്ല വസ്ത്രങ്ങൾ കൊണ്ട് നനയിക്കാൻ പറഞ്ഞു. അങ്ങനെ വസ്ത്രങ്ങൾ അപ്പൻ തന്നെ അവിടെ വാങ്ങിച്ചു വെച്ചിരുന്നു. ചെരുപ്പ്, അവൻ്റെ അളവറിയാവുന്ന അപ്പൻ നേരത്തെ തന്നെ ചെരുപ്പ് വാങ്ങിച്ചു വെച്ചിരുന്നു. അല്ലാതെ കടയിൽ പോയി ആ സമയത്തൊരു ചെരുപ്പ് വാങ്ങുകയല്ലായിരുന്നു. മോതിരം, അവൻ്റെ അളവിനുള്ള മോതിരം അപ്പൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഈ പുറത്ത് പോകുന്നവരെ പറ്റിയൊക്കെ കരുതലുള്ള ഒരുവൻ്റെ പേരാണ് അപ്പൻ. സംശയമൊന്നും വേണ്ട. പുറത്ത് വഴിവിട്ട് പോകുന്ന ഓരോ മക്കളെയും ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, കൂടപ്പുറപ്പുകൾ, പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാവരും ആ സ്നേഹം അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സഭ വിട്ടുപോയിരിക്കുന്ന സംശയമൊന്നും വേണ്ട. കാരണം അനുസരണ കെട്ട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സഭ വിട്ടുപോകുന്നതിന് തുല്യമാണ്. ഒരു വീട്ടിൽ കള്ളു കുടിച്ചു കൊണ്ടൊരു മകൻ ജീവിക്കുകയാണെങ്കിൽ അവൻ ആ വീട് വിട്ടുപോയവനാണ്. ഇനി ഒരു വീട്ടിൽ ആർഭാടത്തിൻ്റെയോ തിന്മയുടെയോ കൂത്തരങ്ങാക്കി ഒരു വീടിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുന്നവൻ ആ വീട്ടിൽ നിന്ന് പുറത്തായവനാണ്. കാരണം വീടിന് ചേർന്ന പരിപാടിയല്ല കാണിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അങ്ങനെ നമുക്ക് തിരിച്ചറിവുണ്ടായാലുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ പോരായ്മകളെ കണ്ടെത്തുവാനും അത് പരിഹരിക്കുവാനും അങ്ങനെ ദൈവത്തോട് ചേർന്ന് കൂടുതൽ നമുക്ക് സമാധാനത്തോട് ജീവിക്കുവാൻ ആഗ്രഹിക്കുക. പോരായ്മകളെ പരിഹരിച്ച് ആയുസ്സിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ ഉറപ്പായിട്ടും വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധരായി മരിക്കാൻ പറ്റും. ഈ പോരായ്മകളെ നോക്കിക്കൊണ്ട് അങ്ങനെ പറ്റിയല്ലോ എന്നോർത്ത് കരഞ്ഞിരിക്കുകയല്ല. വീഴാത്തവരാരും ഈ ഭൂമിയിലില്ല, പക്ഷെ വീണവരാരും വീണെടുത്ത് കിടന്നിട്ടില്ല. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. പരാജയം ഒരിക്കലെങ്കിലും അനുഭവിക്കാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. പക്ഷെ പരാജയപ്പെട്ടവരെല്ലാം പരാജയത്തിന് കീഴടങ്ങി ജീവിക്കുന്നില്ല. എത്ര വട്ടം വീണാലും അതിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള കൃപ ദൈവം തരും. കാരണം നീ വീണ് കരഞ്ഞു കൂവി ജീവിക്കാനുള്ളവനല്ല, അവിടെ നിന്ന് നീ ഉയർത്തെഴുന്നേൽക്കാനുള്ളവനാ. ആ ഒരു പ്രത്യാശയിലാണ് ജീവിക്കേണ്ടത്. തന്നെയുമല്ല, ഈശോയുടെ മരണവും ഈശോയുടെ ഉത്ഥാനവും നമ്മോട് പറയുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്, ഈ ലോകം കൊണ്ട് കെട്ടടങ്ങി എരിഞ്ഞടങ്ങി ദ്രവിച്ചു തീരുന്ന ഒരു മനുഷ്യനല്ല നീ ഇവിടെ നിന്ന് ഉത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യനാണ്. അത് നിന്റെ ജഡത്തിലല്ല, നിന്റെ ആത്മാവിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പരിഹാരക്രിയ ചെയ്ത് ജീവിക്കുമ്പോൾ എന്തൊരു ഭാഗ്യമാണ്. കാരണം തെറ്റ് ചെയ്ത ശേഷം ഒരാൾ തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചു വരുന്ന ആളിന് തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അപ്പനോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ 100 മടങ്ങായിരിക്കും. ആ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടി ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട്
ഈ കത്തോലിക്ക സഭയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ സകല മനുഷ്യരും പ്രാർത്ഥിക്കണം. ഒരൊറ്റ പുരോഹിതരും നഷ്ടപ്പെടാൻ പാടില്ല, ഒറ്റ വിമത സഹോദരങ്ങളും നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാവരും തിരിച്ചു വന്ന് നമുക്ക് ഒന്നിച്ച് ഇനിയും കർത്താവിൻ്റെ ബലി അർപ്പിച്ച് ജീവിക്കണം. ഇതൊരു തെറ്റിദ്ധാരണയാണെന്നേ, ഇതൊരു സാത്താൻ്റെ കളിയാണെന്നേ, ഇതൊരു ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണെന്നേ. ഉപവാസവും പ്രാർത്ഥനയും കഴിയുന്നവരെല്ലാം അത് ചെയ്യുക. രണ്ടാമത്, നമ്മളാൽ കഴിയുന്ന പരിത്യാഗ പ്രവൃത്തി, സഭയുടെ വിശുദ്ധീകരണവും നാശത്തിലേക്ക് പോകുന്ന മക്കളുടെ വീണ്ടെടുപ്പിനും വേണ്ടി കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അരയും തലയും മുറുക്കി ഇറങ്ങി കൃത്യമായിട്ടും ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഒരെണ്ണവും പുറത്ത് പോകില്ല. നിത്യനാശത്തിന് ആരും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. അബദ്ധം കൊണ്ടോ മണ്ടത്തരം കൊണ്ടോ പോരായ്മകൾ കൊണ്ടോ ഒക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ജീവിതം ഇനിയുള്ള കാലം ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമേ നന്മയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭൂമിയിൽ ജീവൻ വേർപെട്ട് കഴിഞ്ഞാൽ അനുദപിക്കാൻ അവസരമില്ല. ഈ തിരിച്ചറിവിലേക്ക് നമുക്ക് പോകാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ. ലൈക്കും ഷെയറും ഒക്കെ ഇട്, അഭിപ്രായങ്ങളുമൊക്കെ ഇട്. അപ്പോൾ നമുക്കറിയാമല്ലോ പരസ്പരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.